കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം പ്രൈസ് ദി ലോർഡ്. മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഫുജേറ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുൻ കോർഡിനേറ്ററും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വളരെ ഫലസമൃദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബിനുവും കുടുംബവുമാണ് നമ്മളോടൊപ്പമായിരിക്കുന്നത്. നമുക്കവരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് ബിനു മാത്യു. ഇതെൻ്റെ വൈഫ് ജൂലി. 3 മക്കളാണ്: ആരൺ, ഐറിൻ, ആൽബർട്ട്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ബിനുവിന് കത്തോലിക്ക വിശ്വാസം പകർന്നു കിട്ടിയതാണല്ലോ. അങ്ങനെ പകർന്നു കിട്ടിയ വിശ്വാസത്തിൽ എങ്ങനെയാണ് ബിനുവിൻ്റെ ബാല്യകാലവും തുടർന്നുള്ള ജീവിതവുമൊക്കെ നയിക്കാനായിട്ട് സാധിച്ചത്? തീർച്ചയായിട്ടും ഒരു വിശ്വാസമുള്ള കത്തോലിക്ക കുടുംബത്തിൽ വന്ന് ജനിക്കുവാൻ ദൈവം ഇടയാക്കി. എൻ്റെ കുഞ്ഞുനാൾ മുതൽ വിശ്വാസ പരിശീലനത്തിൽ ഒത്തിരി പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ഇടവക അംഗമായിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ ഇടവകയിൽ കിട്ടിയ ആ വിശ്വാസ പരിശീലനം അന്നത്തെ മതാധ്യാപകന്മാർക്ക് വേണ്ടിയാണ് ചെയ്തിരുന്നതെങ്കിലും ഇന്ന് ഒത്തിരി കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നു. അന്ന് ഇട്ട വിത്താണ് ഇന്ന് മുളച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുഞ്ഞുനാളിൽ കിട്ടിയ വിശ്വാസത്തിൻ്റെ ആ ഒരു പൈതൃകം നിലനിർത്തിക്കൊണ്ട് പോകാനും മക്കളിലേക്ക് പകർന്നു കൊടുക്കാനും ഞാൻ ആയിരിക്കുന്നിടത്ത് കൊടുക്കുവാനും എൻ്റെ ദൈവം ഇടയാക്കി. ജൂലിക്ക് പകർന്നു കിട്ടിയ വിശ്വാസം ജൂലിയെ എങ്ങനെ ആണ് ചെറുപ്പകാലം മുഴുവൻ നിലനിർത്തുവാനായിട്ട് സാധിച്ചത്? എനിക്കും ദൈവകൃപയാൽ ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാനും വളരുവാനും ദൈവം കൃപ നൽകി. സൺഡേ സ്കൂൾ പഠനത്തിന് ശേഷം മതാധ്യാപികയായിട്ട് അവിടെ കർത്താവിനെ ശുശ്രൂഷിക്കുവാനും എനിക്ക് വിളി ലഭിച്ചു. പള്ളിയിലെ കൊയറിലും ആക്റ്റീവ് മെമ്പറായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ബിനുവും ജൂലിയും ഇപ്പോൾ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ വീണ വിത്ത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടിയ വിത്ത് മുളച്ചതാണ് എന്ന് പറഞ്ഞു. പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ നാട്ടിലെ നവീകരണത്തിലേക്ക് കടന്നു വന്നതായിരുന്നോ, അതോ ഇവിടെ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണോ നവീകരണത്തിലേക്ക് കടന്നു വരുന്നത്? തീർച്ചയായിട്ടും ഈ മണ്ണിൽ വന്നതിന് ശേഷമാണ് നവീകരണത്തിലേക്ക് വരുന്നത്. ഞാൻ ഇവിടെ 15 വർഷം മുമ്പ് ഇവിടെ എത്തി. ഒരു അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരു ജോലിയിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ വഴി ഞാനിവിടെ എത്തി. ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് ഒരു ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. അതിനുശേഷം അതിന് തൊട്ടടുത്ത് വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായിട്ട് എൻ്റെ സീനിയറായിരുന്ന വ്യക്തി ഒരു ജീസസ് യൂത്ത് ആയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വീട്ടിൽ ഒരു ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മയുണ്ട്,
വന്നു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ പിൽക്കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാനും ഈ ചെറുപ്പത്തിൽ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ മ്യൂസിക്കിനോടും ഡ്രാമയോടുമൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഇതുപോലെയുള്ള കലാവാസനകളെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള കൊച്ചു കൊച്ചു സമൂഹങ്ങൾ ഇവിടെയുമുണ്ട്. പക്ഷേ എന്നെ ആദ്യം വിളിച്ചത് ഈ ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കാണ്. അങ്ങനെ ഞാൻ അതിൽ ചെന്നു. എനിക്കിവിടെ ഞാനായിരിക്കുന്ന സ്ഥലത്ത്, ഫുജിറ എന്ന് പറയുന്ന സ്ഥലത്ത്, എനിക്ക് രക്തബന്ധമുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ജീസസ് യൂത്തിലെ കുറേ കുടുംബങ്ങൾ ഒരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ എന്നെ കരുതി, എനിക്കൊത്തിരി അത് ഫീൽ ചെയ്തു. അപ്പം അതിലൂടെ ഞാൻ എൻ്റെ ഫ്രൈഡേ, ജോലിക്ക് ശേഷമുള്ള എൻ്റെ സമയം ഞാൻ അങ്ങനെ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് മാറുകയാണ് ചെയ്തത്. ജോലിക്ക് പ്രവാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ആ ഒരു പ്രവാസത്തിലേക്ക് വന്നപ്പോൾ നവീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ ഒരനുഭവം എന്തായിരുന്നു? ഞാൻ വിവാഹത്തിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് UAE എത്തുന്നത്. ഞാൻ എത്തുമ്പോൾ തന്നെ ജീവിത പങ്കാളി ഈ ജീസസ് യൂത്തുമായിട്ട് ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞാനിവിടെ കണ്ടത് ഈ പറയുന്ന പോലെ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്ന കുറേ ഫാമിലീസ് ഈ ജീസസ് യൂത്തിലുണ്ടായിരുന്നു. അവർ നമ്മളെ ഒത്തിരി കരുതുകയും സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം വരാൻ വേണ്ടി. ആ വെള്ളിയാഴ്ച ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ജീസസ് യൂത്ത് ഗ്രൂപ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ ആത്മീയ സന്തോഷം അതെന്നെ വിശ്വാസത്തിൽ കുറച്ചും കൂടെ ആഴപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു, നവീകരണത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു. നവീകരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങൾക്ക് കൂടുതൽ ആഴപ്പെടാനായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് പങ്കുവെക്കാം. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ അവൻ എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. 2008 മാർച്ച് മാസത്തിലാണ് ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് വളരെ ഹൈ ആണെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചത്. ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് തന്നതിന് ശേഷം റിപ്പീറ്റഡ് ടെസ്റ്റ് ചെയ്തു. അതിന് വലിയ മാറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ അന്നത്തെ പത്തോളജിസ്റ്റ് എനിക്ക് ബോൺ മാരോ ടെസ്റ്റിന് വേണ്ടി എഴുതി തന്നു. അപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു, നമ്മൾ ചെറിയ ഹോസ്പിറ്റലിലൊന്നും പോകുന്നതിനേക്കാൾ നല്ലത് നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ നമുക്ക് അടുത്ത മാസം തന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി. വെല്ലൂരിൽ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്തത് എസെൻഷ്യൽ ത്രോംബോസൈത്തീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണെന്നാണ് അന്ന് പറഞ്ഞത്. ഞാനിപ്പോഴും ഓർക്കുന്നു, വെല്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീസസ് യൂത്ത് ഈ ഫാമിലി കൂട്ടായ്മ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ യാത്രയാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ അവസാനം വചനം എടുത്തപ്പോൾ കിട്ടിയതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. അതിനു മുമ്പിൽ പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ ദർശനങ്ങളും വെളിപാടുകളെയും കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടു, അത് മാറുവാനായി 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഈ വചനം പറയുന്നത്. അന്ന് ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നിയത്. ഒരു സൗഖ്യത്തിൻ്റെ വചനമല്ലല്ലോ കർത്താവ് നൽകിയത് എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. വർഷങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ ആ വചനത്തിൻ്റെ ആഴവും അർത്ഥവും കർത്താവ് എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു. ഇന്നെനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, കർത്താവ് അന്ന് എനിക്ക് നൽകിയ ആ വചനത്തിൻ്റെ അർത്ഥം, എൻ്റെ ഈശോയെ ഇന്ന് ഞാൻ ഒത്തിരി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഒരു സൗഖ്യം കിട്ടിയ സാക്ഷ്യം നൽകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഒരു രോഗം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കാൻ, എൻ്റെ ഈശോയോട് കൂടെ ജീവിക്കാനുള്ള ഒരു വലിയ കൃപ എൻ്റെ ഈശോ ഇന്ന് എനിക്ക് നൽകുന്നുണ്ട്.
ആ ഒരു രോഗാവസ്ഥയിലൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും കൂടെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരികയായിരുന്നു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടി ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ, ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒത്തിരി മക്കൾ എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റും. പലരും ഉപവസിച്ച് കൊന്ത ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനൊരു കമ്പ്യൂട്ടർ ടീച്ചറാണ്. എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞ് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ അറിയാൻ പറ്റും. പക്ഷെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഒരിക്കൽ പോലും ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് എൻ്റെ രോഗത്തെക്കുറിച്ചോ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചോ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതൊരു ദൈവകൃപയാണെന്ന് എനിക്ക് ഏറ്റുപറയാൻ പറ്റും. കർത്താവിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അന്ന് ദൈവം നൽകിയ ആ വചനത്തിൻ്റെ ശക്തിയാണ് ഇന്നും ഒത്തിരി സ്നേഹത്തിൽ എൻ്റെ ഈശോയോട് എന്നെ അടുപ്പിച്ച് നിർത്തുന്നത്. ശരിക്കും വിശ്വാസത്തിൻ്റെ വളരെ ആഴമായ ഒരു ചിന്തയാണ് ജൂലിക്ക് ദൈവം കനിഞ്ഞു നൽകിയത്. അതുകൊണ്ട് മാത്രമാണ് ജൂലിക്ക് ഇത് നിനക്കെൻ്റെ കൃപ മതി. ജൂലിക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത്, ഡോക്ടർമാർ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് നമ്മൾ തമ്പുരാനിലെ ആശ്രയത്വം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മൾ സയൻസ് എന്താണ് പറയുന്നത് അതിൻ്റെ പുറകെ പോയേക്കാം. നിനക്കെൻ്റെ കൃപ മതി എന്നുള്ള വാക്കിൽ അടിയുറച്ച് നിൽക്കാൻ ജൂലിക്ക് സാധിച്ചത് തമ്പുരാനെ തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്. ഈ അവസ്ഥയിൽ ബിനുവിന് എങ്ങനെയാണ് ജൂലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്? എനിക്ക് ശരിയും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു പേരും ഒക്കെ ആയിരുന്നു അന്ന് കേട്ടത്. അങ്ങനെ പെട്ടെന്ന് കേട്ടു ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറയുക ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താ ചെയ്യുക, നമുക്ക് എവിടെയാണ് പോകണ്ടേ, എന്തെങ്കിലും എങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ നമുക്കിതൊന്ന് എൻ്റെ ഒരു ഫർദർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്ത ഡോക്ടറായിരുന്നു അദ്ദേഹം. ആ ഡോക്ടർ ലേഡി ഡോക്ടറാണ്. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അത് ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നല്, വെല്ലൂർക്ക് പോകാമെങ്കിൽ നല്ല ഒരു ഡോക്ടറെ നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വെല്ലൂർ എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ആദ്യം ഒരു പേടിയൊക്കെ തോന്നി. അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞിന് ഏതാനും മാസങ്ങൾ പ്രായമുള്ളപ്പോഴത്തേക്കാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കേട്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ ജൂലി ഇങ്ങനെ പറഞ്ഞു, തമ്പുരാനെ കൊച്ചു കുഞ്ഞുങ്ങളാണേ. അങ്ങനെ കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. പക്ഷേ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ എന്നെ കണ്ടെത്തിയ ഈശോ ഒത്തിരി ശക്തിപ്പെടുത്തി. ശരിക്കും ഇന്ന് എനിക്ക് ഞാൻ പറയാൻ പറ്റും, ആ ഒരു രോഗം കൊണ്ട് അല്ല ഞാൻ തമ്പുരാനെ സ്നേഹിക്കുന്നതും, ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, ഞാൻ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ എനിക്ക് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ തമ്പുരാൻ ഇടയാക്കിയ ഒരു സംഭവമാണ് അത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ കുടുംബത്തോട് ഒത്ത് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ അപ്പോൾ കിട്ടിയൊരു തിരിച്ചറിവുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇനി എത്ര നാൾ, പക്ഷേ നമ്മുടെ ആ ഒരു ചെറുപ്പത്തിൻ്റെ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ, പല ധ്യാനഗുരുക്കളും പറയുമ്പോഴും നമുക്ക് ചിന്തിക്കാനായിട്ട് നമ്മുടെ മനസാക്ഷിയോട് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന ഒരു സംഭവം എൻ്റെ ദൈർഘ്യം എത്ര. അപ്പോൾ ഇനി മുൻപോട്ട് എനിക്ക് തമ്പുരാന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു വലിയ ഒരു പ്രചോദനം തമ്പുരാൻ മനസ്സിലേക്ക് തരാനും അതിൽ നിന്നുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടി തമ്പുരാന് വേണ്ടി ഇറങ്ങാനും ഇത് ഇടയാക്കിയെന്നുള്ളത് സത്യം തന്നെ. നമ്മൾ രണ്ടുപേരും ഒരേ ഇടവകക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിനു ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഇടവക തലത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം വിശ്വാസ വർഷത്തിൻ്റെ പരിസമാപ്തിയിൽ ബിനുവിൻ്റെ കുറേ ഇനിഷ്യേറ്റീവ്സിൽ അവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഇടവകയിൽ നടന്നു. അത് പാരിഷിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു പ്രചോദനം ബിനുവിന് എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ ഒത്തിരി സങ്കടം പറഞ്ഞിരുന്നു. നമ്മുടെ എനിക്കൊരു വചനം കിട്ടത്തില്ലല്ലോ. ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വചനം, എന്നോട് സംസാരിക്കുന്ന ഒരു വചനം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന് എനിക്ക് വചനം കിട്ടാൻ തുടങ്ങിയത് സെൽഫ് പ്രെയറിലൂടെയാണ്. ഇങ്ങനെ 2-3 പേരൊക്കെ പ്രാർത്ഥിച്ച് ഇരുന്ന ആ സമയത്താണ് ഒരിക്കൽ ഞങ്ങളൊരു 2-3 പേര് ഒന്നിച്ചിരുന്ന് ഞങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വളരെ ശക്തനായിട്ടുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ബിനു ഇന്ന് വചനം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി ഞാൻ വചനം എടുത്ത്. വചനം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. പെന്തക്കോസ്തായെക്കുറിച്ചാണ്.
പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് പറയട്ടെ, അന്ന് ഞങ്ങൾ പന്തക്കുസ്തടന്നായിരുന്നു. അപ്പോൾ എനിക്കത് ഒത്തിരി എനിക്കൊത്തിരി ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഒത്തിരി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചു. അതിനുശേഷം എനിക്ക് പല ആവർത്തി ഇങ്ങനെ തമ്പുരാൻ എന്നോട് സംസാരിച്ചിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു 2-3 പേരിരുന്ന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വിശ്വാസവർഷത്തിൻ്റെ അവസാന മാസങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തമ്പുരാൻ ശക്തമായിട്ടിങ്ങനെ പ്രചോദിപ്പിച്ചു. വിശ്വാസവർഷത്തിൻ്റെ സമാപനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എഴുതപ്പെടുന്ന രീതിയിൽ അത് എന്തോ ഒന്ന് ചെയ്യണമെന്ന് തമ്പുരാൻ എന്നോട് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. എനിക്കത് നന്നായിട്ട് ബോധ്യപ്പെട്ടു. ഞാൻ നേരെ അവിടുന്ന് എൻ്റെ ഇടവക ദേവാലയത്തിൽ പോയി എൻ്റെ ആത്മീയ ഗുരുവിനെ കണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ശക്തമായിട്ടുള്ള ഒരു തോന്നൽ തമ്പുരാൻ തോന്നിപ്പിക്കുന്നുണ്ട്. ഈ വിശ്വാസവർഷ സമാപനം നമുക്ക് ഒത്തിരി മക്കൾക്ക് വലിയ പ്രാർത്ഥന അരൂപി കൊടുക്കുന്ന രീതിയിൽ എന്തോ തമ്പുരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്തോട്ട് വന്നതാ എന്ന് പറഞ്ഞു. അച്ഛൻ അത് കേട്ടിട്ട് പറഞ്ഞെന്ന് കൊള്ളാവിടോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നത് ഒരു 50 ദിവസത്തെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണ്, അതിനെക്കുറിച്ച് വീണ്ടും ധ്യാനിക്കണമെന്നാണ് എൻ്റെ മനസ്സിലത്. അപ്പം അച്ഛൻ പറഞ്ഞു, എടോ നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി ആവർത്തി 40-നെ കുറിച്ച് പറയുന്നുണ്ട്, 40-ന് ഒത്തിരി പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് 40 ദിന ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അച്ഛനുമായിട്ടിരുന്ന് അതിനുശേഷം പിന്നീടിരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ച് ഒത്തിരി കാര്യങ്ങൾ വ്യക്തിപരമായി ചെയ്യേണ്ട പ്രാർത്ഥനകളും പ്രവർത്തികളും, കുടുംബമായിട്ട് ചെയ്യേണ്ടത്, കുടുംബ കൂട്ടായ്മയായിട്ട് ചെയ്യേണ്ടത്, പാരീഷ് ഒന്നിച്ച് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രോഗ്രാം ചെയ്തു. അതുപോലെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് അഖണ്ഡ ബൈബിൾ പാരായണം നടത്തിയായിരുന്നു. അപ്പം 3 ദിവസവും എക്സ്ട്രാ കുറേ മണിക്കൂറുകൾ എടുത്ത് ഏകദേശം 90-95 മണിക്കൂറുകൾ കൊണ്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. ഇടവക തലത്തിൽ കരിസ്മാറ്റിക്കിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് എല്ലാ മലയാളി കമ്മ്യൂണിറ്റികളെ ഉള്ള മാക്സിമം നമുക്ക് പറയാവുന്നവരോടൊക്കെ പറഞ്ഞ് നമ്മളത് അങ്ങനെ ഒരു വീട്ടിലിരുന്ന് രാവും പകലും ഇരുന്ന് നമ്മൾ കണ്ടിന്യൂസ് അത് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ഒരു തോന്നലായിരുന്നു, ഇത് നമുക്ക് ടോട്ടൽ പാരീഷിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ രാവും പകലും ഒക്കെ ഡ്യൂട്ടി ഉള്ളവരുണ്ട്, ഫ്രൈഡേ ആണെങ്കിലും ഡ്യൂട്ടി ഉള്ളവരുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യുക പാടാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് വേറൊരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് വന്ന ഒരു ആശയമായിരുന്നു ഈ ബൈബിൾ റീഡിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം 90-95 മണിക്കൂർ കൊണ്ട് ഇത് വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ അത് ഒരു അരമണിക്കൂർ സ്ലോട്ടാക്കിയാൽ, ഒരാൾ അരമണിക്കൂർ അതിനുവേണ്ടി വായിക്കാനായിട്ട് മുതിർന്നാൽ എനിക്ക് ഏകദേശം ഒരു 200 പേരെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു കംപ്ലീറ്റ് ബൈബിൾ റീഡിങ് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഈ ആത്മീയ ഗുരുവിൻ്റെ അടുക്കെ പോയി അദ്ദേഹം പറഞ്ഞു, നമുക്ക് വികാരിച്ചനോട് പറയാം. അങ്ങനെ ഞാൻ പോയി വികാരിച്ചനോട് പറഞ്ഞു. അച്ഛന് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ 2015 ജനുവരി 1-ാം തീയതി പുതിയ വർഷം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. രാവിലെ അതിന് തലയാഴ്ചയിൽ അനൗൺസ് ചെയ്തു, എല്ലാവരും സാധിക്കുന്ന നിങ്ങൾക്ക് പറ്റുന്ന ഒരു അരമണിക്കൂർ പള്ളിയിൽ വരണം, പരിശുദ്ധ ഖുർആൻ എഴുന്നള്ളിച്ച് വയ്ക്കും, നിങ്ങൾക്കൊരു ബൈബിൾ പോർഷൻ പുറത്തുനിന്ന് നമ്മൾ തരും, ആ ബൈബിൾ പോർഷൻ നിങ്ങൾ അകത്തിരുന്ന് വായിക്കണം. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അരമണിക്കൂറിൻ്റെ വായിച്ചു നോക്കി, ഓരോ പോർഷനും എത്ര അരമണിക്കൂറിൻ്റെതായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിനുവേണ്ടി ഒരു സ്ലിപ്പ് ഉണ്ടാക്കി 200-220 പേര് പങ്കെടുക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു കംപ്ലീറ്റ് ബൈബിൾ റീഡിങ് ഒരു ദിവസം കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സെൽഫ് പ്രയറിലൂടെ നമുക്ക് തമ്പുരാൻ അനുവദിച്ചു തന്നു. ദൈവം തീർച്ചയായിട്ടും ബിനുവിനെ എടുത്ത് ഉപയോഗിച്ചതാണ് നമ്മൾ കണ്ടത്. നേരത്തെ ബിനു പറഞ്ഞല്ലോ, 2ാമത്തെ കുഞ്ഞിന് ഏതാണ്ട് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോഴാണ് ജൂലിക്ക് ഒരു അസുഖം കണ്ടുപിടിച്ചതെന്ന്. അത് കഴിഞ്ഞാണല്ലോ 3ാമതൊരു കുഞ്ഞ് ഉണ്ടായത്. അപ്പോൾ അതിന് ഡോക്ടർമാരെന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഡോക്ടറിനോട് ചോദിച്ച് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 പേരുണ്ട്. ബോയും ഗേളും ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യരുത്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. അത് ക്ലോട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ക്ലോട്ടിങ്ങിനെ മാത്രമല്ല, ഇത് ബ്ലീഡിങ്ങിനും പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റേജാണ്.
അതുകൊണ്ട് ഈ 2 കുട്ടികൾ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ 2 പ്രാവശ്യം കൺസീവ് ചെയ്തു. 2ഉം അബോർഷനായി. ഇപ്പം ഞങ്ങളുടെ മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് അവൻ ശരിക്കും അതിന് ശേഷം 3ാമത്തെ ആളാണ്. ഞാനിവനെ കൺസീവ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയി. 5th മന്തിൽ ഡോക്ടർ ഒത്തിരി ഭയങ്കരമായിട്ട് അതിശയിച്ചു. ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങളോട് കൺസീവ് ചെയ്തിരുന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. നമുക്ക് ആൻസർ ഇല്ല, പക്ഷേ കർത്താവിൻ്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതൊന്നും നമ്മുടെ ചെവി കയറിയില്ല. ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, 5 മന്ത്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇനി നമ്മൾ ഡെലിവറി അടുത്ത് വരും, എനിക്ക് 2 നോർമൽ ഡെലിവറി ആയിരുന്നു, ഡെലിവറി അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മൾ പ്രിക്കോഷൻ എടുക്കണോ, സ്പെഷ്യൽ ഡോക്ടർ നീഡ് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, അവസാനം വരെ നോക്കിയിരിക്കേണ്ട, അവിടെ നമ്മൾ സ്പെഷ്യലി അവരോട് പറയണം, അവർക്ക് നിങ്ങളുടെ അവസ്ഥകളൊക്കെ അറിയാവുന്നതല്ലേ, അപ്പം ഒരു ഹെമറ്റോളജിസ്റ്റും ഒരു സ്പെഷ്യൽ ഗൈനക്കോളജിസ്റ്റും ഒക്കെ വേണം. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അവർ ഇൻഡ്യൂസ് ചെയ്യാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഞാൻ കൺസൾട്ട് ചെയ്തത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റ്. പക്ഷേ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ആ ഡോക്ടർ പോലും ഇല്ലായിരുന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ വളരെ നോർമലായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഡെലിവറി ചെയ്യാൻ കർത്താവ് അനുവദിച്ചു. അതിനുശേഷം അവർ എന്നോട് കുഞ്ഞിന് ഫീഡ് ചെയ്യരുത്, ബിക്കോസ് ഈ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ആസ്പിരിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, അത് കുഞ്ഞിന് ബ്ലീഡിങ് പോസിബിലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തു. ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്തു, മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്തു. ദൈവകൃപയാൽ ഈ നിമിഷം വരെ അവനും കുഴപ്പമൊന്നുമില്ല. ആ ഒരവസ്ഥ, എൻ്റെ ഒരവസ്ഥ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ പരിപാലന എത്ര മനോഹരമാണ്. നമ്മൾ പല വ്യക്തികളിലൂടെ നമ്മളിതെല്ലാം കാണുന്നുണ്ട്. ശരിക്കും ബിനുവും ജൂലിയും അടങ്ങുന്ന ഈ കുടുംബം ദൈവത്തിന് വേണ്ടി ഒത്തിരിയേറെ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നോട് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു കാര്യം. നിങ്ങൾ 3 മക്കളെയായിട്ട് രാവിലെ തന്നെ കുർബാനയ്ക്ക് വന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന കൂടുവാനായിട്ട് സാധിക്കുന്നത് അതൊരു വലിയൊരു മാതൃകയാണ്. അത് നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രചോദനം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അതിനുള്ള പ്രചോദനം നാട്ടിലുള്ള ഒരു ഫാമിലി ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അവരിങ്ങനെ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ആ ചേട്ടൻ പറഞ്ഞിരുന്നു, ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും രാവിലെ കുർബാന കണ്ടതിന് ശേഷം ട്രാവൽ ചെയ്യും, നെക്സ്റ്റ് ഡേയിൽ എവിടെയെങ്കിലും കുർബാന കിട്ടുന്ന ഒരിടത്തായിരിക്കും ആൾ എത്തിച്ചേരുക. അത് കേട്ടാൽ നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷനായിരുന്നു. ഒരു കുർബാന പോലും മുടക്കാതെ ഇങ്ങനെ അവർ ജീവിക്കുന്നത് ഓർത്തിട്ട്. അപ്പോൾ ബിനുവിനാണ് ആദ്യം ശരിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായത്, നമുക്കും ഇനി കുർബാന മുടങ്ങാതെ കാണണം എന്ന് പറയുന്ന ഒരിത്. അതോടെ ഞങ്ങൾ ബിനു ഇനീഷ്യേറ്റീവ് എടുത്ത് മുടങ്ങാതെ കുർബാന കാണാൻ തുടങ്ങി. അന്ന് ഞാൻ മോനെ കൺസീവ് ചെയ്യുന്ന സമയത്തൊക്കെ ഫിസിക്കലി വയ്യാതിരുന്നാൽ പോലും ആൾ ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവരുമായിട്ട് പോകുമായിരുന്നു. ഇപ്പോഴും മുടങ്ങാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ചില സമയത്തെങ്കിലും ആൾ വൈകുന്നേരം പോകാം എന്ന് പറഞ്ഞാലും മസ്റ്റായിട്ടും രാവിലത്തെ 6 മണിക്കത്തെ കുർബാനയ്ക്ക് നമ്മൾ കുടുംബമായിട്ട് പോകണം എന്നൊരു നിർബന്ധം ഇപ്പോൾ എനിക്കാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ ഈശോയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു ദിവസം പോലും ഈശോയെ സ്വീകരിക്കാതെ പരിശുദ്ധ കുർബാന കാണാതെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്താൽ പോലും ഇപ്പോൾ ഈ വെക്കേഷനിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ പിക്നിക്കൊക്കെ ആയിട്ട് പുറത്തായിരുന്നാലും നമ്മൾ ആദ്യം ചെന്ന് സ്റ്റേ ചെയ്യുമ്പോൾ അന്വേഷിക്കും അടുത്ത് എവിടെ പള്ളിയുണ്ട്. അങ്ങനെ അന്വേഷിച്ചിട്ട് രാവിലെ ഇപ്പം നമുക്ക് വാഹന സൗകര്യം ഇല്ലെങ്കിൽ നടന്നാണെങ്കിൽ പോലും നമ്മൾ കുർബാന ബലി അർപ്പിച്ചിട്ട് നമ്മൾ ആ ദിവസത്തെ ബാക്കി കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതൊരു കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു. ശുശ്രൂഷ മേഖലയിൽ നിങ്ങൾ 2 പേരും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശുശ്രൂഷ മേഖലയിൽ എങ്ങനെയാണ്? നിങ്ങൾ കുടുംബമായിട്ടാണോ അതോ നിങ്ങൾ വ്യക്തിപരമായി പോയാണോ ശുശ്രൂഷകൾ ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ദൈവത്തിൻ്റെ കൃപയാൽ
കുടുംബമായിട്ട് ഉള്ള ചെറിയ ചെറിയ ശുശ്രൂഷകൾ, ചെറിയ ചെറിയ കൂട്ടായ്മകൾ നമ്മുടെ അവിടെ ഇടവകയിലും നമ്മുടെ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ഔട്ട് സ്റ്റേഷനുകളിലുമൊക്കെ ഇങ്ങനെ പോകാനായിട്ട് തമ്പുരാൻ ഇടയാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മീയ ഗുരു അതിനൊത്തിരി പ്രചോദനം തരുന്നുണ്ട്. കുടുംബമായിട്ട് ചെയ്യണം, അത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക്, ഒത്തിരി പേർക്ക് അത് സ്വീകരിക്കാനായിട്ട്, അങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ടൊക്കെ ഇടയാവും എന്ന് ഞങ്ങളുടെ ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാനും ജൂലിയും കൂടി ചെയ്യുമായിരുന്നു. അപ്പോൾ ജൂലിയുടെ ബ്രദർ ഇവിടെയുണ്ട്, നന്നായിട്ട് കീബോർഡ് വായിക്കും. അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ടുമായിരുന്നു. ഇപ്പോൾ മോൻ കീബോർഡ് വായിക്കാനൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് പാട്ട് ഒരുങ്ങും, ഏത് പാട്ടാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ ചില ശുശ്രൂഷകൾ, ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് തമ്പുരാൻ ഇടയാക്കി. തമ്പുരാന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് കുടുംബമായി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ ദൈവത്തിൻ്റെ അരൂപിയിലും ദൈവത്തിൻ്റെ വിശ്വാസത്തിലും വളർത്തുന്നത് ഒത്തിരി മാതൃകാജനകമാണ്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇത് വലിയൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് ഈ വചനങ്ങൾ പഠിക്കാനായിട്ട് ഒത്തിരി തീക്ഷ്ണതയുള്ള കുട്ടികളാണെന്ന്. പഴയ നിയമത്തിലെ വചനങ്ങളുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കാണാതെ അറിയാം എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമുക്കൊന്ന് ആ വചനങ്ങളൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി 2 വചനങ്ങൾ വീതം മക്കൾ ഓരോരുത്തർക്ക് പറയാമോ? പുറപ്പാട് 9:16. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. 1 തെസ്സലോനിക്ക 5:16, 17, 18. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഏശയ്യ 45:2. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വകകൾ തറക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിയമാവർത്തനം 33:25, 26, 77. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൻ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസ്യരുടെ മഹത്വപൂർണ്ണനായി മേത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാസ്ത്ര ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടുമാറ്റും, സംഹരിക്കൂ അവിടുന്ന് പറയും. ഫിലിപ്പി 4:30. I can do all things through him who strengthens me. മക്കൾ വളരെ മനോഹരമായിട്ട് വചനങ്ങൾ പങ്കുവച്ചു. ഇനി ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ഒരു പദ്യരൂപേണ പാടാനായിട്ട് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാവോ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യസംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1, 2 സാമുവേലും, 1, 2 രാജാക്കന്മാർ, 1, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, 1, 2 മക്കബായ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, യെശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറുക്ക്, സക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, ഓബദ്യ, യോന, മീക, നാഹും, ഹബക്കൂക്ക്, സഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി, പഴയ നിയമഗ്രന്ഥങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനങ്ങളും റോമായും, 1, 2 കോരിന്തോസും, ഗലാത്തിയ, എഫെസോസും, ഫിലിപ്പി, കൊളോസോസും, 1, 2 തെസ്സലോനിയും, 1, 2 തീമോത്തിയും, തീത്തോസും, ഫിലെമോനും, ഹെബ്രായർ, യാക്കോബും, 1, 2 പത്രോസും, 1, 2, 3 യോഹന്നാനും, യൂദാസും, വെളിപാട് പുതിയ നിയമ ഗ്രന്ഥത്തിലുണ്ട്. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും താലന്തുകളും കൊണ്ട് നിറച്ച 2 വ്യക്തിത്വങ്ങളാണ് ബിനുവും ജൂലിയും. ജൂലി ഒരു 4 വരി ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം.
അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ഒരുക്കുന്ന നല്ല ദൈവമേ, ഇത്രത്തോളമുള്ള അടിയങ്ങളുടെ ജീവിതത്തിൽ എത്രയോ മനോഹരമായിട്ട് കാത്തുപരിപാലിച്ച ആ വലിയ സ്നേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. അവിടുത്തെ സ്നേഹാഗ്നി ജ്വാലയിൽ ചേർന്നിരിക്കുവാനായിട്ട് അവിടുന്ന് നൽകിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇത്രയും നേരം ഞങ്ങളുടെ ജീവിതത്തിൽ പുണ്യതമ്പുരാൻ ചെയ്തു തന്ന വലിയ പ്രവർത്തികളെ ഈശോയെ ഏറ്റെടുത്ത് പറയുകയായിരുന്നു. കർത്താവെ, ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ആയിരുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിച്ചുകൊണ്ട്, ഞങ്ങളങ്ങേ സ്തുതിച്ചുകൊണ്ട്, അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുന്നു. ആമേൻ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.